ഹലോ മക്കളെ, ഇന്നിപ്പോൾ ബോണി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ് ഈ ഭയം. അപ്പം ഈ ഭയത്തെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഉള്ളൊരു വീഡിയോ മലയാളത്തിലില്ല. അപ്പോൾ ബോണി വിചാരിച്ച് അതെന്താ നമ്മുടെ മക്കൾ മാത്രം അറിയാതിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേരെ. ഇനിയും ചില അപ്ഡേഷൻസ് ഈ ഭയത്തിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം ഭയം എന്ന് പറയുന്നത് ഏത് മനുഷ്യനെ നോക്കിയാലും ഏത് മനുഷ്യനും ഭയമുണ്ട്. അപ്പം ഈ ഭയം എന്നുള്ളത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വികാരം മനുഷ്യന് പൂർവികരായിട്ട് കിട്ടിയ ഒരു വികാരമാണ് ഈ ഭയം എന്നുള്ളത്. അത് ജീവികൾക്കും ഉണ്ട്. പിന്നെ ഈ സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഈ മരങ്ങൾക്കും ജീവനുണ്ടെന്നല്ലേ. പക്ഷെ മരങ്ങൾ പേടിക്കാറുണ്ടോ അറിയാൻ വയ്യ. ഒരു മരത്തെ ഇപ്പം വെട്ടാൻ വരുമ്പം ആ മരം പേടിക്കുമെന്നൊന്നും നമുക്കറിയാൻ വയ്യ. പക്ഷേ നമ്മുടെ മൃഗങ്ങളും ചെറിയ ജീവികൾ, ഇഴജന്തുക്കളോ ചെറിയ പ്രാണികൾ തൊട്ട് എല്ലാത്തിനും ഈ ഒരു വികാരം, പേടി എന്നുള്ള വികാരമുണ്ട്. അപ്പോൾ ആ പേടി എന്നുള്ള വികാരം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേടി എന്നുള്ള വികാരം അധികമായിട്ട് ചിലർക്കുണ്ട്. അവിടാണ് പ്രശ്നം വരുന്നത്. അധികമായിട്ട് പേടിക്കുമ്പോഴാണ് വിഷയം വരുന്നത്. ഈ പേടി എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഒരു സർവൈവൽ മെക്കാനിസമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പേടി വേണം. പേടിയില്ലെങ്കിൽ ഇപ്പം ഒരു സിംഹം വന്നു കഴിഞ്ഞാൽ അവൻ അതിൻ്റെ മുന്നിൽ ചെന്ന് പെടും. അവൻ സിംഹത്തിൻ്റെ ഭക്ഷണമാവും. ഇപ്പോൾ ഒരു ആന കുത്താൻ വന്നാൽ ഇപ്പോൾ അവൻ അതിൻ്റെ മുന്നിൽ ചെന്ന് അതിൻ്റെ കാലിൻ്റെ ഇടയിൽ കിടന്ന്. അപ്പം പേടി എന്നുള്ള സംഭവം മനുഷ്യൻ്റെ ഒരു സർവൈവൽ മെക്കാനിസമാണ്. അപ്പം ഈ സർവൈവൽ മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ ഒരാൾക്ക് പേടി വന്നു കഴിഞ്ഞാൽ അയാൾ 3 കാര്യങ്ങളിലൂടെയാണ് അയാൾ പോകുന്നത്: ഫൈറ്റ്, ഫ്ലൈറ്റ് ഓർ ഫ്രീസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു മൃഗത്തെ കണ്ടു, ആ മൃഗത്തെ നമുക്ക് നേരിടാൻ പറ്റുമെന്ന് നമുക്കൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ അതിനെ നേരിട്ട് തോൽപ്പിക്കുക, അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുക. പിന്നെ ഉള്ളതാണ് ഫ്ലൈറ്റ്. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് നിന്ന് സ്പോട്ടിൽ നിന്ന് അപ്പം തന്നെ പറക്കുക. ഇപ്പം ഒരു സിംഹം വരുവാണെങ്കിൽ അതിൻ്റെ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ലെന്ന് നമുക്ക് ഒരു സാമാന്യ ബോധം ഉണ്ടായതുകൊണ്ട് ആ പേടി വന്നിട്ട് നമ്മൾ ആ സ്പോട്ടിൽ നിന്ന് തന്നെ അവിടുന്ന് സ്കൂട്ടാവുന്നതിനാണ് ഈ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഫ്രീസ്. ഫ്രീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അനങ്ങാതെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. നമുക്ക് ഒരു ചലനങ്ങളോ ഒന്നും വരത്തില്ല. ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, അതുപോലെയാണ് ഈ ഫ്രീസ് എന്ന് പറയുന്നത്. പേടി എന്ന് പറഞ്ഞ സംഭവം സർവൈവലാണ്. അപ്പം ഈ സർവൈവലായിട്ടിരിക്കുന്നൊരു സാധനത്തിനെ നമ്മൾ അധികമായിട്ടങ്ങ് അതിനെ എക്സ്പോഷർ ചെയ്യാണ്. അപ്പോൾ ഇനി സയൻറ്റിഫിക്കായിട്ട് ബോണി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ബ്രെയിനകത്തെ അമിഗ്ഡല എന്ന് പറഞ്ഞൊരു പോർഷനിലാണ് ഈ പേടി എന്ന് പറഞ്ഞ സംഭവം വർക്കാവുന്നത്. അപ്പം ഈ അമിഗ്ഡല ആക്ടിവേറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ഈ പേടി ഉണ്ടാവുന്നത്. അമിഗ്ഡല വേറെ ചില കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇപ്പം ഒരു ഇണയോട് സ്നേഹം തോന്നുന്ന ആ ഒരു പ്രക്രിയയും അമിഗ്ഡലയാണ് ചെയ്യുന്നത്. ചെറിയ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അവിടെയും അമിഗ്ഡലയാണ് പ്രവർത്തിക്കുന്നത്. അന്നേരം മനസ്സിലായല്ലോ, ഈ അമിഗ്ഡല എന്ന് പറഞ്ഞൊരു ചെറിയൊരു സംഭവമാണ്. ബ്രെയിനിലെ ചെറിയൊരു പോർഷനാണ് അമിഗ്ഡല, വലിയ വലിപ്പമൊന്നുമില്ല. ഈ പോർഷനിലാണ് കാര്യങ്ങൾ ട്രിഗർ ചെയ്യുകയും ഇത് നമുക്ക് പേടി എന്നുള്ള ആ വികാരമൊക്കെ വരുന്നത് ഈ അമിഗ്ഡല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ അമിഗ്ഡല എന്ന് പറയുന്ന സംഭവം ട്രിഗർ ചെയ്യുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങളൊരു പട്ടി അടിക്കാൻ വരിക. അപ്പോൾ പട്ടി അടിക്കാൻ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ അമിഗ്ഡലയിൽ ആ ഒരു ഇൻഫർമേഷൻ ചെല്ലും, അത് ആക്റ്റീവാകും, അത് അലേർട്ടായിട്ട് അത് ഹിപ്പത്തലാമസിന് കമാൻഡ് കൊടുക്കും. ഇതുപോലൊരു പട്ടി വരുന്നു, നമുക്ക് ഇതിനൊരു ആക്ഷൻ എടുക്കണം എന്നുള്ളത് ഹിപ്പത്തലാമസിൻ്റെ അടുത്ത് പറയും. ഈ ഹിപ്പത്തലാമസ് എന്തോ ചെയ്യും? അത് അഡ്രിനൽ ഗ്ലാൻഡിനെ അറിയിക്കും. അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ ഒരു പ്രവർത്തനമാണ്. അഡ്രിനൽ ഗ്ലാൻഡ് കിഡ്നിക്ക് അടുത്തായിട്ടുള്ള കിഡ്നിയുടെ സഹായത്തോടൊരു സംഭവമാണ്. അപ്പോൾ ഈ അഡ്രിനൽ ഗ്ലാൻഡിന് അഡ്രിനാലിൻ റഷ് ചെയ്യും. അപ്പോൾ ഈ റഷ് ചെയ്യുന്ന അഡ്രിനാലിൻ ഹേർട്ട് ബീറ്റ് കൂടുന്നു, പിന്നെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആ ഒരു താളം തെറ്റുന്നു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ സ്കിന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രോമാഞ്ചമൊക്കെ വരും എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷ് തന്നെ ഗൂസ് ബംസ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അത് വരും.
പിന്നെ നമ്മുടെ മസിൽസൊക്കെ ഒന്ന് കോൺട്രാസ്റ്റ് ആവും. എന്ന് പറഞ്ഞാൽ ചിലർ പേടിച്ച് വിറയ്ക്കുന്നതെന്നൊക്കെ പറയത്തില്ലേ, കാലുകളൊക്കെ വിറയ്ക്കും ചിലപ്പം. പിന്നെ 2 തുള്ളി മൂത്രവും ചിലപ്പം പോകും, യൂറിനും ചിലപ്പോൾ പാസ്സായി പോകും. അപ്പം ഇങ്ങനെയാണ് ഒരു പേടി എന്ന് പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞ ഈ സിറ്റുവേഷൻസ് എല്ലാം റാഷണൽ ഫിയർ, അതിനാണ് ഈ സിറ്റുവേഷൻ വരുന്നത്. പിന്നെ ഉള്ള ഇറാഷണൽ ഫിയർ. ആ ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യൻ ഇപ്പോഴത്തെ ഈ മോഡേൺ തലമുറ ഉണ്ടാക്കിയൊരു ഫിയറാണ് ഇറാഷണൽ ഫിയർ. വെറുതെ അങ്ങ് പേടിക്കുക. അപ്പം ഈ പണ്ട് തൊട്ടേ നമ്മുടെ ജനിതകത്തിലുള്ള ഫിയർ എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ കാട്ടിലൊക്കെ താമസിക്കുമ്പം ഗുഹകളിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അപ്പം വല്ല സിംഹമോ കടുവയോ ആനയോ അങ്ങനെയുള്ള ജന്തുക്കളെ നമ്മൾ പേടിക്കണം. അപ്പം അങ്ങനെ ആ ഒരു പേടി നമ്മുടെ ആ തലമുറകൾ വഴി പകർന്നു വന്ന ആ ഒരു പേടിയാണ്. ഹൈറ്റ്സിനെ പേടി, അങ്ങനെയുള്ള സ്നേക്സിനെ പേടി. പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ വേറെ തരം പേടികളാണ്. സ്റ്റേജ് ഫിയർ, പാറ്റ ഫിയർ, പല്ലി ഫിയർ, കുളിക്കാൻ ഫിയർ, അങ്ങനെയുള്ള പല ഫിയറുകളും. ഫിയർ മാറ്റുന്ന കാര്യം നമ്മൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് ഞാൻ പറയാം. നമ്മുടെ ഈ പാസ്റ്റിലൊക്കെ നടന്ന സംഭവങ്ങളാണ് നമ്മളെ മെയിനായിട്ട് ഫിയർ ട്രിഗർ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു സ്റ്റേജിൽ കയറി ഒന്ന് പാട്ട് പാടി, അപ്പോഴത്തേക്കും അവിടെ ഓഡിയൻസ് ഭയങ്കര കൂവലും ബഹളവും അങ്ങനെ അടിനാശവും അങ്ങനെ മൊത്തത്തിൽ നിങ്ങളെ കളിയാക്കി നിങ്ങളെ ഊറ്റി വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പിന്നീടൊരു അവസരം വരുമ്പോൾ നിങ്ങൾ ഒന്ന് മാറും, പേടിക്കും. എന്ന് പറഞ്ഞാൽ പിന്നെയും ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ വരുമോയെന്ന് എന്ന് പറഞ്ഞാൽ അത് ബ്രെയിനാണ് നിങ്ങളുടെ അത് കൺട്രോൾ ചെയ്തത്. എന്ന് പറഞ്ഞാൽ ബ്രെയിൻ നിങ്ങളെ പിന്നോട്ട് വലിക്കുകയാണ്. ആ സമയം നിങ്ങൾ തീരുമാനമെടുക്കണം. നിങ്ങൾ പേടിക്കില്ല എന്നുള്ള ആ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടങ്ങ് പോയി കഴിഞ്ഞാൽ അത് റെഡിയാവും. അപ്പോൾ എല്ലാം പാസ്റ്റിലാണ് കാര്യങ്ങളിരിക്കുന്നത്. ഇപ്പോൾ ഫ്രഷായിട്ട് ജനിച്ചൊരു കൊച്ചിൻ്റെ മുന്നിലൊരു പെരുമ്പാമ്പിനിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക, അവനൊന്നും അനങ്ങത്ത് പോലും ഇല്ല. അവനത് റിയാക്ട് ചെയ്തിട്ട്, കാരണം അവൻ്റെ ബ്രെയിൻ അത് കാര്യങ്ങൾ കോഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. എന്താ പെരുമ്പാമ്പാണോ എന്തോ എന്നുള്ളതൊക്കെ കോഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കണക്ക് നിങ്ങളുടെ കോഡിങ് എല്ലാം ഒത്തിരി നടന്നു കഴിഞ്ഞു നിങ്ങളുടെ ബ്രെയിനിൽ. അപ്പോൾ അല്ല അത് ഇത് ചെയ്താൽ ഇത് തെറ്റാണ്, ഇത് ചെയ്താൽ ഇത് ശരിയാണ്, അങ്ങനെയുള്ള എല്ലാം നിങ്ങൾ തന്നെ കണക്കൂട്ടി വെച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ കണക്കൂട്ടി വെച്ചിരിക്കുന്നതിൽ ഈ സ്റ്റേജ് ഫിയറിൻ്റെ നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിനെ നിങ്ങൾ മറക്കണം. നിങ്ങൾ മുന്നോട്ട് അത് ഒരു പുതിയൊരു ലെവൽ നിങ്ങൾ ആവണമെങ്കിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്തോ ആയിക്കോട്ടെ, ആരൊക്കെ കളിയായിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, അത് ഞാൻ ചെയ്തിരിക്കും എന്നുള്ളൊരു മൈൻഡോട് നിങ്ങൾ കൂടി പോയി കഴിഞ്ഞാൽ ഫിയറൊക്കെ അവിടെ നിൽക്കും. പിന്നെ റിലേഷൻഷിപ്പിലൊക്കെ പലർക്കും ഫിയർ ഉണ്ടെന്ന് പറഞ്ഞാൽ പുതിയൊരു ആളെയൊക്കെ പരിചയപ്പെടാനോ ഒരു മിങ്കിൾ ചെയ്യാനൊക്കെ ഭയങ്കര പേടിയുള്ളവർ കാണും. മനുഷ്യരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ ഭയങ്കര പേടിയുള്ള ഇൻട്രോവേർട്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, എക്സ്ട്രോവേർട്സ്, അങ്ങനെ 2 ഗ്രൂപ്പായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. പറഞ്ഞ് ഇൻട്രോവേർട്സ് അധികം ആരുമായിട്ടും അങ്ങനെ സംസാരിക്കുക ഇടപെടുകയും ചെയ്യുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഒരു പേടിയുള്ള കാര്യമാണ്. പക്ഷേ എക്സ്ട്രോവേർട്സിന് അങ്ങനെയല്ല, അവർക്ക് ആളുകൾ കൂടുതൽ വേണം, എങ്കിലേ അവർക്ക് ആ ഒരു വൈബും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് നടക്കത്തുള്ളൂ. അങ്ങനെ രണ്ട് വിഭാഗമാണ് ഇൻട്രോവേർട്ടും എക്സ്ട്രോവേർട്ടും. അപ്പോൾ ഈ പേടി എന്നുള്ള സംഭവം മാറ്റാൻ പറ്റും, അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതിനൊറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ വരെയുള്ള കോഡൊക്കെ അങ്ങ് മായ്ച്ചു കളാം. ഇപ്പോൾ വരെ നടന്നിട്ടുള്ള നിങ്ങളുടെ ബ്രെയിനിലുള്ള കോഡിങ് മായ്ച്ചു കളാം. അത് പുതുതായിട്ട് ഇനി കോഡിങ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയ ഒരാൾ, ഒരു വാഹനത്തിന് ആക്സിഡൻറ്റ് പറ്റിയൊക്കെ ഒരാൾക്ക് പിന്നീട് വാഹനം എടുക്കുമ്പോൾ ആ ഒരു പേടി വരുന്നത് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ പിന്നെയും ട്രിഗർ ചെയ്യുകയാണ്, നിനക്ക് ഇനിയും ആ ഒരു ആക്സിഡൻറ്റ് പറ്റും. സ്റ്റേജ് ഫിയറുള്ള ആൾ ഒരു വട്ടം അയാൾക്ക് ഒരു പരാജയം സംഭവിച്ചു, അയാൾക്ക് അത് അവതരിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം പിന്നീട് അത് റിക്കവർ ആവണമെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഫേസ് ചെയ്യണം. ഫ്രാഞ്ചേട്ടൻ ആൻഡ് സെയിൻറ്റ് എന്നൊക്കെ പറഞ്ഞ മമ്മൂട്ടിയുടെ ഒരു പടം കണ്ടിട്ടില്ലേ, അതിനകത്ത് മമ്മൂട്ടിയുടെ സ്റ്റേജ് ഫിയർ. അപ്പം അതുപോലുള്ള സ്റ്റേജ് ഫിയറൊക്കെ എന്ന് പറഞ്ഞാൽ പാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ മിക്കപ്പോഴും നമ്മൾ പാസ്റ്റിലാണ് മിക്കവരും ജീവിക്കുന്നത്. അത് പാടില്ല, നമ്മൾ പ്രസൻറ്റിലോട്ട് വരണം. അപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കണം എപ്പോഴും നമ്മുടെ ചിന്തയിൽ. പാസ്റ്റിൽ എന്തോ ആയിക്കോട്ടെ, പാസ്റ്റ് കഴിഞ്ഞു പോയി. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഡെത്തായി. ഇനിയിപ്പോൾ ആ പാസ്റ്റ് നമുക്ക് പോയി തിരുത്താനോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് ഡെത്തായി. അത് ഇപ്പോൾ നമ്മുടെ ലൈവായിട്ടിരിക്കുന്നത് നമ്മുടെ ഈ പ്രസൻറ്റാണ്. ഇനി ഫ്യൂച്ചർ നമുക്ക് അറിയത്തില്ല, അത് ജസ്റ്റ് ഇമാജിനേഷനാണ് ഫ്യൂച്ചർ. അപ്പം എപ്പോഴും നമ്മൾ പ്രസൻറ്റിലായിരിക്കുക. ഫിയർ വരുന്ന സമയത്ത് നമ്മൾ പാസ്റ്റിനെ കുറിച്ച്
ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ പ്രസൻറ്റിൽ ഇപ്പം നിങ്ങളുടെ എന്താണ് ചെയ്യേണ്ടത്, ഇപ്പോൾ പ്രസംഗിക്കാനാണെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് മാത്രം നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ പാസ്റ്റിൽ നിങ്ങളെ കൂവിയതും കളിയാക്കിയതും അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ്. ബോണി ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. അപ്പം ബോണി പറഞ്ഞു വരുന്നത്